നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബികോംകാരുടെ AC പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗമാണ്. ഇത് കേട്ടെഴുത്ത് വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ്. നമ്മൾ ഇതിനെ തെയ്യം എന്ന ശരീര രാഷ്ട്രീയം എന്ന ഒരു തലക്കെട്ടിലാണ് പഠിക്കുന്നത്. ആത്മകഥ നമുക്കറിയാം, നമ്മൾ നമ്മുടെ സ്വന്തം കഥ എഴുതുന്നതാണ്. ജീവചരിത്രം ഒരാളുടെ ജീവിതത്തെ പറ്റി മറ്റൊരാൾ എഴുതുന്നതാണ്. അപ്പൊ കേട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ ചെറിയ മക്കളോട് ചോദിച്ചവർ പറയും, ടീച്ചർ ചോദിക്കുമ്പോൾ നമ്മളത് കേട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുന്നതാണ്. പക്ഷെ ഇവിടെ കേട്ടെഴുത്ത് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലല്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന കേട്ടെഴുത്ത് ഒരാൾ പറയുന്നത് കേട്ട് മറ്റൊരാൾ അയാളുടെ ജീവിതം അല്ലെങ്കിൽ ഓർമ്മ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇതൊക്കെ കേട്ട് നമ്മൾ ഒപ്പിയെടുക്കുന്നതിനെയാണ് പൊതുവെ കേട്ടെഴുത്ത് എന്ന് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ താഹാമാട എഴുതിയിട്ടുള്ള ഒരു കേട്ടെഴുത്താണ് നമുക്ക് പഠിക്കാനുള്ള തെയ്യം എന്ന ശരീര രാഷ്ട്രീയം എന്ന ഈ ഭാഗം. താഹാമാടായി AV ബാലൻ എന്ന ഒരു തെയ്യ കലാകാരനോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചതാണ് ഇവിടെയുള്ള തെയ്യം എന്ന ശരീര രാഷ്ട്രീയം എന്ന ഈ ഭാഗം. ഓക്കെ, നമുക്കിനി പാഠഭാഗത്തിലേക്ക് വരാം. നമുക്കറിയാം, കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡുകാരെ അല്ലെങ്കിൽ മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം തെയ്യം എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ്. മറ്റെന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും വീട്ടിനടുത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തെയ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ, അല്ലെ? പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക് അല്ലെ, നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പറശ്ശിനിക്കട, മുത്തപ്പനാവട്ടെ, ഏത് തെയ്യം ആവട്ടെ, തെയ്യത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും, അല്ലെ? പൊട്ടൻ തെയ്യം ചോദിച്ച പോലെ ഞാങ്കളെ കൊത്തിയാലും നീങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, അല്ലെ? ശരിയാണ്. എപ്പോഴും ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഉയർത്തെഴുന്നേറ്റിട്ടുള്ളവരാണ് തെയ്യക്കോലങ്ങൾ എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. ഏറ്റവും വലിയ വിപ്ലവകാരികളാണ് തെയ്യങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെയുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള തെയ്യം എന്ന ശരീര രാഷ്ട്രീയം. പാഠത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് തെയ്യം എന്നതൊരു വിമോചക ധർമ്മകലയാണ് എന്നാണ്. അടിത്തട്ടിലെ മനുഷ്യരുടെ സ്വപ്നചാർത്തകളാണ് അവ ആടിത്തീർക്കുന്നത്. അതായത് അടിയാളരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയോടിക്കപ്പെട്ട സ്വപ്നങ്ങൾ തെയ്യങ്ങളായി ഉറഞ്ഞാടുന്നു. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണവുമാണ് ഓരോ തെയ്യം കലാകാരന്റെയും ദിനരാത്രങ്ങൾ. ഓരോ തെയ്യത്തിന്റെയും കഥ കേട്ടാൽ നിങ്ങൾക്ക് അറിയൂട്ടാ. പുളിയനായിക്കോട്ടെ, പുത്തൻതെയ്യം ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരുപാട് ഐതിഹ്യ കഥകൾ, ഒരുപാടല്ല ഐതിഹ്യ കഥകളുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി മനസ്സിലാവും. ഇവിടെ പറയുന്നത് ഒരുപാട് ആകുലതകൾക്കിടയിൽ മനസ്സിൽ അമർത്തി വെച്ച നമ്മുടെ മനസ്സിന്റെ പൊട്ടിത്തെറിയാണ് തെയ്യത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തെയ്യങ്ങൾ അടിയാളന്റെ തോറ്റമാണ് എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള വാചകങ്ങൾ നിർബന്ധമായി ഓർത്തു വെക്കുക. തെയ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ വാചകങ്ങൾ തന്നെ നമുക്കെടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ ഒരു ചോദ്യം എഴുത്തുകാരൻ ചോദിക്കുന്നത് ദൈവം കീഴാളനാണോ എന്നാണ്. ദൈവം കീഴാളനാണോ നമുക്കറിയില്ല. തീർച്ചയായും തെയ്യം കീഴാളന്റെ ബിംബമാണ്, പ്രതീകമാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ചരിത്രത്തിന്റെ കറുത്ത ദശാസന്ധിയിൽ മേൽക്കോയ്മ കാണിച്ചു കൊണ്ടിരുന്ന സവർണന്റെ, ജാതീയമായ ഉച്ചനീചിത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സവർണന്റെ മുഖത്ത് നോക്കി ഞങ്ങൾക്കും ജീവിക്കണമെന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചവരാണ് തെയ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുമായി ബന്ധപ്പെട്ടല്ലേ നമുക്കറിയാം. കൂടുതലൊന്നും മലബാറുകാരോട് പ്രത്യേകിച്ച് അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, തെയ്യം ഒരു രാഷ്ട്രീയ കലയാണ്. തെയ്യം കണ്ടാവാം വടക്കേ മലബാറിലെ അമ്മ പെങ്ങന്മാർക്ക് പാർട്ടി പതാകയോട് പോലും കൂറുണ്ടായത്. തെയ്യത്തിനും ദൈവവേഷത്തിനും പാർട്ടി പതാകയ്ക്കും ഒരേ നിറം ചുവപ്പ്, നടന്നുണ്ടായ നടപ്പാതകൾ പോലെ കണ്ടുണ്ടായ കൊടി എന്നാണ് ഈ ഭാഗത്ത് താഹാമാടായവിടെ കമ്മ്യൂണിസവുമായി ചേർത്ത് വെച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നീട് ഇവിടെ പറയുന്നത് നമുക്കറിയാം, തെയ്യങ്ങൾ പൊതുവെ നമ്മൾ പറഞ്ഞു അത് ചോദ്യം ചെയ്യുകയാണ്, അല്ലെ? ഉയർന്ന ജാതിക്കാരോടുള്ള ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ഒരു തെയ്യം കലാകാരൻ കടന്നു പോകുന്നത്. നമ്മളൊന്ന് ഊഹിച്ചു നോക്കിയാൽ മതി. ചിലപ്പോൾ പുലർച്ചെ കെട്ടിയ തെയ്യായിരിക്കും, വൈകുന്നേരം ആയിരിക്കും അവര് മുടി അഴിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലേ പറയാ, തിരുമുടി അഴിച്ചു വെക്കുന്നത്. അതിനിടയിൽ ഒരു തെയ്യം കലാകാരൻ എത്രത്തോളം അല്ലെ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാതെ അല്ലെ ഉറഞ്ഞാടുന്ന തെയ്യങ്ങളെ സംബന്ധിച്ച് ഒരു മാനുഷികമായി ചിന്തിക്കുമ്പോൾ അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയോ എന്നാണ് താഹാമാടായി ചോദിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, പിന്നെ കേരളത്തിലെ പൊതുജീവിത നിലവാരവുമായി താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത വിധത്തിലാണ് തെയ്യം കലാകാരന്മാരുടെ ജീവിതം. പക്ഷെ ഇവിടെ പറയാണ്, നമ്മൾ പലപ്പോഴും പലതിനെയും പ്രതിരോധിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇടതു വലതു പാർട്ടിക്ക് ബ്രാഹ്മണിസത്തെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെ? അപ്പൊ അത് തെയ്യം കലാകാരന്മാർക്കും സാധിച്ചിട്ടില്ല. എന്നിട്ട് പോവുകയാണ്. പലപ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ കീഴാളരുടെ
തോറ്റങ്ങളെല്ലാം തോറ്റുപോയ ചരിത്രമാണോ ഉള്ളത് എന്ന് എഴുത്തുകാരെ സംശയിക്കാൻ. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് മലബാറിലെ പല കോട്ടങ്ങളിലും നമ്മളിപ്പോ ജാതി ഒരുപാട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും മലബാറിലെ പല കോട്ടങ്ങളിലും ഇപ്പോഴും നമ്മള് വല്ല പുനഃപ്രതിഷ്ഠയോ മറ്റോ നടക്കുമ്പം അവിടെ പൂജ ചെയ്യാൻ വേണ്ടി വരുന്നത് ബ്രാഹ്മണം തന്നെയാണല്ലോ. അത് സാംസ്കാരിക ബ്രാഹ്മണ്യത്തിന്റെ തിരിച്ചുവരവല്ലേ എന്നാണ് താഹാമാടായി ചോദിക്കുന്നത്. പിന്നെ നമ്മൾ കാന്താര സിനിമയൊക്കെ കണ്ടവർക്ക് അറിയാം അല്ലെ എങ്ങനെയാണ് തിരിച്ചു ചോദിക്കുന്നത്. ഒരിക്കലും ഉപദ്രവിച്ച ഒരു മനുഷ്യനായിരിക്കും, പക്ഷെ അത് നമ്മൾ ആ സിനിമ ആലോചിച്ച് നോക്കിയാൽ മതി. തൊഴുത് ഈ തെയ്യത്തിന്റെ മുന്നിലേക്ക് തെയ്യം എത്തിക്കും. പൊയ്മുഖ കെട്ടിയ തെയ്യം അല്ലെ അവരുടെ കാൽക്കൽ വീണ് നിൽക്കുന്ന തെയ്യത്തിന്റെ കാൽക്കൽ വീണ് നിൽക്കുന്ന ചിത്രങ്ങൾ പോലും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇനി ഇദ്ദേഹം പറയുന്നത് ആരോടാണ് ഇത് ചോദിക്കുന്നത്? A.V. ബാലൻ എന്ന മലബാറിൽ അറിയപ്പെടുന്ന തെയ്യം കലാകാരനോടാണ് താഹാമാടായി ചോദിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആചാര പേരാണ് അന്നൂരാൻ നേണിക്കം. അന്നൂരാൻ നേണിക്കം എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ ആചാര പേര്. അമ്പു എന്നാണ് അച്ഛന്റെ പേര്, അമ്മേന്റെ പേര് ചിരുതൈ എന്നാണ്. പേര് കേട്ട ഒരു ബാലവൈദ്യനായിരുന്നു നമ്മുടെ A.V. ബാലന്റെ അച്ഛൻ. പലപ്പോഴും പല നാട്ടിലും പോയി ചികിത്സിച്ചിട്ടുണ്ട്. ഈ ചികിത്സ എന്ന് പറയുന്നത് പൊതുവെ ഏത് ചികിത്സയായിരിക്കും? ഈ നമ്മുടെ മക്കൾക്കുള്ള ബാലവൈദ്യനാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. പലതരത്തിലുള്ള ചികിത്സയെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അതിനെ പറ്റിയൊന്നും വിശദീകരിക്കുന്നില്ല. എന്നിട്ട് പിന്നെ താഹാമാടായിയോട് A.V. ബാലൻ പറയാണ് മുഖത്തെഴുത്ത് എങ്ങനെയാണ് തെയ്യത്തിന്റെ. ഒരുപാട് നേരെ എടുത്ത് അല്ലെ ഇദ്ദേഹം എന്തൊക്കെ കെട്ടിട്ടുണ്ട്? പുതിയ ഭഗവതി, കാർക്കുള ഭഗവതി, അന്തിത്തിറ, കക്കറ ഭഗവതി, മുത്തപ്പൻ തുടങ്ങി ഒരുപാട് തെയ്യങ്ങൾ ഇദ്ദേഹം കെട്ടിയിട്ടുണ്ട്. കർക്കിടകോത്തിയെ ഇദ്ദേഹം കെട്ടിയിട്ടുണ്ട്. അതിന്റെ മുഖത്തെഴുത്ത് അല്ലെ ചായല്യം മനയോലയൊക്കെ വെളിച്ചെണ്ണയിൽ ചേർത്ത് മഷി ഉണ്ടാക്കി മുഖത്തെഴുതുന്നതിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. കർക്കിടകോത്തി കെട്ടിയത് ഇദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുമോനായപ്പോഴാണ്. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ അച്ഛന്റെ കൂടെ വൈദ്യവുമായി ബന്ധപ്പെട്ട് അച്ഛൻ പല സ്ഥലത്ത് പോകുമ്പോൾ അച്ഛന്റെ കൂടെ വൈദ്യന്റെ ഇതിനുമായിട്ട് പോവാറുണ്ട്. പിന്നീട് ഇദ്ദേഹം തെയ്യം കെട്ടി വലിയ കലാകാരനായി. അങ്ങനെ അന്നൂരാൻ നേണിക്കം എന്നൊരു ആചാര പദവി കിട്ടുക. പിന്നെ ഇവിടെ പറയാണ് ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. തെയ്യം കെട്ടാൻ വേണ്ടി പലപ്പോഴും ക്ഷേത്രാധികാരികൾ വിളിക്കുന്നതും അത് കണ്ട ആളുകൾ വന്ന് തൊഴുതു പോകുന്ന ഒക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓരോ നേർച്ചയാണ്, ഓരോ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ്. മനുഷ്യരുടെ ജീവിതം തന്നെ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഒരു ലക്ഷ്യമില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളാരും ഈശ്വരനെ ഓർക്കുപോലും ഇല്ല. നമ്മൾ തെയ്യം കെട്ടി ഉറഞ്ഞാടുന്ന മനുഷ്യന്റെ മുന്നിൽ പോയി നമുക്കറിയാം പൈസ കൊടുക്കുമ്പോൾ മലയാളിയും കണ്ണിന്നൊക്കെ വെള്ളം വരുന്ന നമ്മൾ കാണും. അവരോടൊക്കെ സങ്കടങ്ങളൊക്കെ പറയും. പക്ഷെ ഇദ്ദേഹം പറയാണ് ഈ സങ്കടങ്ങളൊന്നും ഞാൻ ഒരാളോടും, ഞാൻ എന്നല്ല തെയ്യം കെട്ടുന്ന ഒരു കലാകാരനും ആരോടും പുറത്തു പറയാറില്ല. എന്തിനൊക്കെ നമ്മൾ നേർച്ച തെയ്യം കെട്ടിക്കാറുണ്ട്. പൊതുവെ മുത്തപ്പനെയാണ് നമ്മൾ പൊതുവെ നേർച്ച തെയ്യമായി പലപ്പോഴും. അത് മാത്രമൊന്നുമല്ല, മാക്കൊക്കെ നേർച്ച തെയ്യുണ്ട്, ഗുളികൻ നേർച്ചയുണ്ട്. പക്ഷെ കൂടുതലും മലബാറിൽ നമ്മൾ കാണുന്ന മുത്തപ്പനെയാണ് നേർച്ച വെക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവ് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും അല്ലെ കല്യാണം കുട്ടിയില്ലാത്തപ്പോ കിണറ് കുഴിച്ച് വെള്ളം കണ്ടാല് നല്ല വിവാഹമായാല് പരീക്ഷ ജയിച്ചാലൊക്കെ പല ആളുകളും മുത്തപ്പനെ കഴിക്കാന്ന് പറയും. മുത്തപ്പനാകുമ്പോൾ ചെലവ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരന്റെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു തെയ്യം കൂടിയാണ് മുത്തപ്പൻ. ബാക്കി തെയ്യങ്ങളൊക്കെ ഒരു പക്ഷെ പൈസ കൊടുത്താൽ സങ്കടം കേട്ടിട്ട് ഹിതം ചെയ്തേക്കാം എന്ന ഒറ്റ വാക്കിൽ മറുപടി പറയുമ്പം മുത്തപ്പനെ സംബന്ധിച്ച് മുത്തപ്പൻ അതൊക്കെ കേൾക്കും. ഒരു സ്നേഹത്തോടെ എന്റെ കൂടെ ഉണ്ട് മുത്തപ്പൻ എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ മുത്തപ്പൻ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. അപ്പൊ ആ കഥയും ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് മുത്തപ്പന്റെ കഥയാ പറയുന്നത്. മുത്തപ്പൻ പിന്നെ ആരായിരുന്നു എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അയ്യങ്കര വാഴുന്ന അല്ലെ അദ്ദേഹത്തിന്റെ അത് തിരുമേനിക്കും ഭാര്യയ്ക്കും മക്കളില്ലാതിരുന്നപ്പോ ഒരുപാട് പ്രാർത്ഥിച്ചു. കൊട്ടിയൂരപ്പനാണ് മുത്തപ്പനെ കൊടുത്തത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരിക്കല് ഇദ്ദേഹത്തിന്റെ ഭാര്യ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആ കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അയ്യങ്കര ഇല്ലത്ത് വളർത്തുകയാണ് ചെയ്യുന്നത്. ആ ഇല്ലത്ത് വളർത്തി ഇല്ലമാണല്ലോ, വലിയ ഉയർന്ന ജാതിക്കാരൻ്റെതാണ്. പക്ഷേ മുത്തപ്പന് ഇഷ്ടം താഴ്ന്ന ജാതിക്കാരുടെ കൂടെ കള്ള് നമ്മളെ ഈ കള്ള് ഏരാനും അതുപോലെ തന്നെ മീനിനെ വേട്ടയാടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മുത്തപ്പന് ഇഷ്ടം. പക്ഷെ അത് മുത്തപ്പന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായില്ല. ഉയർന്ന ജാതിക്കാരനായ ഇല്ലത്ത് വളരെ ആഢ്യത്തോടെ ജീവിക്കേണ്ട നീ ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരായ കുട്ടികളെ കൂടെ കള്ള് ഇതാക്കിയിട്ടും അതുപോലെ തന്നെ മീൻ ഇതാക്കിയിട്ടും നടക്കുന്നത് ഇല്ലത്തിന് ചേരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഇത് നല്ലോണം പറഞ്ഞ സമയത്ത് മുത്തപ്പൻ വീട് വിട്ടിറങ്ങുന്നതൊക്കെയാണ് അതിന്റെ കഥ.
പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. അങ്ങനെ മുത്തപ്പൻ വീട് വിട്ടിറങ്ങുന്നു. അതിന്റെ ഇടയിൽ ഒരുപാട് കഥയൊക്കെ ഉണ്ട്. പിന്നീട് ആരുടെ സ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക. അങ്ങനെ ഇദ്ദേഹം പറയാണ്, തെയ്യം കെട്ടുന്നത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കലയാണ്. ഒരുപാട് സഹനവും ത്യാഗവും ആവശ്യപ്പെടുന്നതാണ്. ഇതിന് കുറെ ദിവസം മുന്നേ ഒക്കെ അവിടെ തെയ്യം കെട്ടുന്നതിന് മുന്നിൽ അവിടെ ആണുങ്ങളുടെ അടുക്കളയായ കൊച്ചിനിൽ പോയി താമസിക്കുന്നതും, പിന്നെ അങ്ങനെ ഒരുപാട് കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ പെണ്ണുങ്ങളെ പാചകം ചെയ്യില്ല എന്നുള്ളതിനെ പറ്റിയും, പിന്നെ ഒരുപാട് തെയ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. പിന്നെ പരിപൂർണനായ വണ്ണാനാവുന്നതിന് അനുഷ്ഠിക്കേണ്ട 5 കോലങ്ങളെ പറ്റി പറയുന്നുണ്ട്. തെയ്യം, തിറപോതി, കൂത്ത്, തിരുവപ്പൻ, ഈ 5 കോലങ്ങളും നമ്മുടെ അന്നൂരന്നേണിക്കം പദവി കിട്ടിയ എ വി ബാലൻ കെട്ടിയാടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് ഒരു ചോദ്യം ചോദിക്കുകയാണ് എ വി ബാലൻ. ഒരു തെയ്യം കെട്ടുകാരൻ വലിയ ദൈവവേഷം കെട്ടുമ്പോഴും എന്തുകൊണ്ടാണ് അദ്ദേഹം ധനികനാവാത്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന്റെ മറുപടിയായിട്ട് അദ്ദേഹം പറയാണ്, മറ്റെല്ലായിടത്തും വലിയ മാറ്റങ്ങൾ സാമ്പത്തികമായി കലാരംഗത്ത് വരുമ്പോഴും ഒരു തെയ്യം കലാകാരന് കിട്ടുന്നത് വളരെ തുച്ഛമായ തുക മാത്രം. തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വേതനത്തിനെ നമ്മൾ കോള് എന്നാണ് വിളിക്കുക. ഊണരിയും കോളും എന്ന് പറയും. 4500 രൂപയാണ് ഒരു കളിയാട്ടത്തിന് തെയ്യം കെട്ടിയാൽ കിട്ടുന്ന പ്രതിഫലം. ഇപ്പോഴങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ എന്റെ മക്കൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മിസ്സേ ഇപ്പൊ അത്രയൊന്നും അല്ല പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അത് കേൾക്കുന്ന നിങ്ങൾ എങ്ങനെയാന്നുള്ളത് വിലയിരുത്തുക. അപ്പോ പിന്നെ 7 പേരടങ്ങുന്ന ഒരു സംഘം തെയ്യത്തിന്റെ കൂടെ ഉണ്ടാവും. ആരാണ് ഈ 7? നമുക്കറിയാലോ. ഇപ്പോ ചെണ്ട കൂട്ടുന്ന ആളടക്കം ഈ ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുക്കണം. അത് മാത്രല്ല തെയ്യം കെട്ടുമ്പോൾ നമ്മൾ തെയ്യം കൊടുക്കാൻ എടുത്ത് പറിച്ചു കൊടുക്കുന്ന പൂവില്ലേ, ഈ പൂവിന്റെ അടക്കം പൈസ ഇതിന്റെ അകത്ത് നിന്ന് എടുക്കണം എന്നാണ് പറയുന്നത്. എ വി ബാലന്റെ ഏട്ടൻ ഒരു ഓർമ്മ പറഞ്ഞതിനെ പറ്റിയും അല്ലെ, പലപ്പോഴും പല സ്ഥലത്ത് പോയാലും SC ST എന്നൊരു പരിഗണന എന്നല്ല പറയേണ്ടത്, SC ST എന്ന രീതിയിൽ മാറ്റി നിർത്തുന്നതും, മറ്റുള്ളവർക്ക് കിട്ടുന്ന ജീവിത സൗകര്യങ്ങളൊന്നും കൊടുക്കാതെ നീ താഴ്ന്ന ജാതിക്കാരനല്ലേ, നീ മലയനല്ലേ, പുലിയനല്ലേ, വണ്ണാനല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിനെ പറ്റിയും, അദ്ദേഹം ലിഫ്റ്റ് കയറാൻ വേണ്ടി ഒരാൾ ഒരു ആവശ്യത്തിന് വന്ന സമയത്ത് പിന്നെ എന്താണ് ലിഫ്റ്റ് കയറാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞപ്പോ അത് കയറാതെ പേടിച്ചിട്ട്, ഞാൻ താഴ്ന്ന ജാതിക്കാരനല്ലേ ഇങ്ങനെ ചെയ്യാവോ എന്ന് പേടിച്ച് നിൽക്കേണ്ടി വന്നത് ഈ കാലത്ത് എന്താണ് ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരോട് ഇവിടെയുള്ള ആളുകൾ കാണിക്കുന്ന വേർതിരിവ് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പറയാണ് തെയ്യത്തിന്റെ ഏറ്റവും ഭംഗി അതിന്റെ കാഴ്ചയിൽ തന്നെയാണ് അല്ലെ. നടനവും വാചാലതയും സൗന്ദര്യവും ഒക്കെ കൂടിച്ചേർന്ന ഒന്ന്. മൂന്നാമതൊരാൾ കാണുമ്പം ആഹാ, അല്ലെങ്കിൽ കൈകൂപ്പി തൊഴും എന്റെ ഭഗവാനെ എന്ന് വിളിച്ച് കൈകൂപ്പി തൊഴുന്ന രീതിയിലേക്ക് മനോഹരമായി ഒരു തെയ്യം കലാകാരൻ തെയ്യമായി ഉറഞ്ഞാടുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്നത് എന്താണ്, മുഖത്തെഴുതുന്ന ആള്, ചെണ്ട മുട്ടുന്ന ആള് മുതൽ എല്ലാ ആളുകളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തോറ്റക്കാര്, ചെണ്ടക്കാര്, കോലക്കാരൻ എല്ലാം ചേരുമ്പോഴേ ഒരു തെയ്യം മനോഹരാവുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, തെയ്യം ഒരു ശരീര രാഷ്ട്രീയല്ലേ, ഇതിലൊരു മനുഷ്യാവകാശത്തിന്റെ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു ഉദാഹരണമായിട്ട് ഇദ്ദേഹം തന്നെ പറയുന്നത്, തൃശ്ശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കാറുണ്ടല്ലോ. ഇപ്പൊ പൊതുവെ കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഹർജിയാണ്, ഈ ആനയുടെ ശരീരം വലിയ ഭാരം വഹിക്കുന്നുണ്ട്, ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ വലിയ ചന്തഭാരങ്ങളൊക്കെ സഹിച്ച് വലിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ആനയ്ക്ക് മൗലിക അവകാശങ്ങളില്ലേ അല്ലെ, അതാ അങ്ങനെയുള്ള ആനക്ക് ഈ ആനേനെ അതിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരെ കോടതിയിൽ ഹർജി കൊടുക്കുമ്പോഴും ഒരു തെയ്യം കലാകാരൻ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, സാമ്പത്തികമായി അയാളെ കുടുംബം കഷ്ടപ്പെടുമ്പോൾ, സീസൺ അല്ലാത്തപ്പോ പണിയില്ലാത്ത അവസ്ഥയുണ്ട് അല്ലെ, ഒരുപാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്രയും കഷ്ടപ്പാടുകൾ അദ്ദേഹം അനുഭവിക്കുമ്പോൾ ആ കഷ്ടപ്പാടുകൾ ചർച്ച ചെയ്യാൻ ഇന്നേവരെ ആരും തയ്യാറായിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും തുച്ഛമായ പണം കിട്ടുമ്പോഴും ഞാൻ ഇനി തെയ്യം കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തെയ്യം കലാകാരനും മാറി നടക്കാത്തത് അവരവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ തെയ്യത്തെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് തെയ്യം എന്ന ശരീര രാഷ്ട്രീയം എന്ന ഈ പാഠഭാഗത്ത് പറയുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, വിശദീകരിച്ച് ഒരുപാടായിപ്പോയി, ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത്, അടിയന്തരമായിട്ടുള്ള ഒരു സാമൂഹ്യ ഇടപെടൽ കാത്തിരിക്കുന്ന വിഭാഗമാണ് ഞങ്ങൾ തെയ്യം കലാകാരന്മാർ. അത് കണ്ടറിഞ്ഞ് ആവശ്യത്തിന് അവരെ പരിഗണിക്കാൻ നിങ്ങൾ തയ്യാറാവണമേ എന്നാണ് ഒരു അഭ്യർത്ഥന എ വി ബാലൻ താഹാമാടായിയോട് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇത്രയും ഭാഗമാണ് തെയ്യം എന്ന ശരീര രാഷ്ട്രീയത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ തെയ്യം ഒരു ശരീര രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പറയാം. സൗന്ദര്യം പറയാം, തെയ്യം കെട്ടുന്നതിനെ പറ്റി പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നില്ല, സാമ്പത്തികമായി അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, സമൂഹം എന്തുകൊണ്ട് അകറ്റി നിർത്തുന്നു എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് എഴുതാം. ഓക്കെ, താങ്ക് യു.